നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ ബിസിനസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ കാര്യമല്ലേ? വിക്കിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ആ അഞ്ജലി ഒറ്റ ആളാ. ഓ, അഞ്ജലിയെ കുറ്റം പറയാൻ വന്നതാണല്ലേ? ഇപ്പൊ തന്നെ അച്ഛനെ ഏൽപ്പിച്ച ഈ ബിസിനസ് എല്ലാം വിക്കി ഏറ്റെടുത്താൽ എന്താ കുഴപ്പം? വിക്കിക്ക് അത് ഏറ്റെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അച്ഛന്റെ ബിസിനസ് വിക്കി ഏറ്റെടുക്കാതിരിക്കാൻ അഞ്ജലി പറയുന്നതൊന്നും ന്യായങ്ങളല്ല വിക്കി. വിക്കിയുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായി കാണണമെന്നാ ഈ വീട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അഞ്ജലി മാത്രം അതിന് തടസ്സം നിൽക്കുന്നത്. അഞ്ജലി അങ്ങനെ പറയുന്നതിന്റെ കാരണം അത് മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അഞ്ജലി എനിക്ക് വേണ്ടി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ നന്മ മാത്രം കരുതിയതാണ്. വിക്കി എന്ത് മണ്ടത്തരായി പറയുന്നേ? അച്ഛൻ മുന്നോട്ട് വെച്ച ഈ ഓഫർ വേണ്ടാന്ന് വയ്ക്കുന്നതിലൂടെ എന്ത് നന്മയാ വിക്കിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നേ? അഞ്ജലി വേറെ എന്തോ കണക്ക് കൂട്ടിയിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാക്കേണ്ട വിക്കി മാത്രം അത് തിരിച്ചറിയുന്നില്ല. അത് മറ്റൊന്നുമല്ല, വിക്കിയുടെ അച്ഛനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അഞ്ജലിക്കുള്ളൂ. അങ്കിളിനെ കൊണ്ട് ഈ വീട്ടിലെ യഥാർത്ഥ മരുമകൾ അവളാണെന്ന് സമ്മതിപ്പിക്കാനുള്ള അവളുടെ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണിത്. അതെന്താ വിക്കി നിനക്ക് മാത്രം മനസ്സിലാവാതെ പോകുന്നേ? കഷ്ടമുണ്ട് വിക്കി. എനിക്കെല്ലാവരുടെയും ഉള്ളിലിരിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ശ്വേത. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ഞാൻ ഇത്രയും നേരം തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് പറഞ്ഞതൊന്നും വിക്കിയുടെ തലയിൽ കേറിയിട്ടില്ലല്ലേ? എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും നിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ ശ്വേത.